ഹലോ ഫുട്ബോൾ ഫാൻസ്, ആർസണൽ ഫാൻസ്. വെൽക്കം ടു മല്ലു ടോക്സ് ആർസണൽ. മല്ലു ടോക്സ് ആർസണലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ മല്ലു ടോക്സ് ആർസണലിന്റെ അവസാനത്തെ വീഡിയോ ആണ്. അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആർസണൽ വേഴ്സസ് ബ്രെൻഫോർഡ്. അപ്പം ന്യൂ ഇയറിനാണ് മാച്ച്. അപ്പൊ അതിന്റെ ഒരു പ്രിവ്യൂ പോലെ ഒരു ഡിസ്കഷൻ ആണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ ദീപക് ബ്രോ തന്നെയാണ്. വെൽക്കം ടു സ്ട്രീം ദീപക് ബ്രോ. എന്തൊക്കെയാണ്? ബൈ ദ വേ, മേരി ക്രിസ്മസ്. അപ്പം അതെ, മേരി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ വരാൻ പോണ ഹാപ്പി ന്യൂ അതെ, ഇനി അങ്ങോട്ട് വരുന്ന ഒരു ന്യൂ ഇയർ ഹാപ്പി ആയിരിക്കട്ടെ എന്ന് നമ്മൾ ആർസണൽ ഫാൻസ് ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. എനിവേ, നമുക്ക് ഈ വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം എന്ന് പറയുന്ന പോലെ ഈ വൺ മാച്ച് അറ്റ് എ ടൈം അല്ലെ. ബ്രെൻഫോർഡ് വേഴ്സസ് ആർസണൽ ആണ് നെക്സ്റ്റ്. അത് അവേ ടു ബ്രെൻഫോർഡ്. ന്യൂ ഇയർ ഡേ ആണ്. അപ്പോ എന്താണ് പ്രതീക്ഷകൾ? പ്രതീക്ഷകൾ ഭയങ്കര കൂടുതലാണ് ഈ കളിയിൽ. പ്രതീക്ഷകളിനെക്കാട്ടും ഒരു ഡിമാൻഡാണ് ആർസണൽ ടീമിന്റെ അടുത്ത്. കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് അവരുടെ 6 ഡിഫൻഡേഴ്സ് ഇല്ല. ബെൻ മീ കഴിഞ്ഞ ദിവസം ഇഞ്ചേർഡ് ആയി. അവരുടെ ഗോൾ കീപ്പർ ഇഞ്ചേർഡ് ആണ്. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ അവരുടെ ടീമിൽ ഇഞ്ചറി കൊണ്ട് മേളമാണ്. നമ്മുടെ ടീമിലും ഉണ്ടെന്നല്ല, എന്നാലും അവരുടെ സ്റ്റെബിലിറ്റി നമ്മളെക്കാട്ടും കുറച്ചും കൂടെ ഭയങ്കര ഇതാണ്. പിന്നെ ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ഫോർ ആർസണൽ ടു വിൻ ദ ഗെയിം. പിന്നെ മെയിൻ ആഗ്രഹം ന്യൂ ഇയർ ആണ്, ഫസ്റ്റ് ഡേ 2025 നല്ലൊരു കളി ജയിച്ച് നല്ലൊരു തുടക്കമാവട്ടെ എന്ന രീതിയിൽ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അല്ലാണ്ട് കൂടുതൽ എക്സ്പെക്ടേഷൻ ഇല്ല. കാരണം ഇപ്സ്വിച്ച് ഗെയിം വെച്ച് ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ വെക്കാൻ പറ്റില്ല. കാരണം ഓക്കെ. നമ്മൾ പൊസഷൻ വെച്ചു, ചാൻസസ് ക്രിയേറ്റ് ചെയ്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ചെയ്തു. പക്ഷെ കുറെ ഡ്രോബാക്സും പ്ലെയേഴ്സിന്റെ ഒരു ഫുൾ 100% എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടിയിട്ടില്ല. സോ ഇപ്സ്വിച്ച് എന്ന ടീമിനെതിരെ 1-0 ജയിച്ചു. അത് ഓക്കെ, ഫൈൻ. നമ്മൾ പിന്നെ കുറച്ച് ആൾ ചിന്തിക്കുമ്പോൾ 1-0 ഓക്കെ ജയിച്ചു, 3 പോയിന്റ് സെക്യൂർഡ് എന്ന് പറയുമ്പം. പക്ഷെ ആ ഗെയിമിന്റെ കിട്ടുന്ന നമ്മുടെ ഔട്ട്പുട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വാസ് നോട്ട് എക്സ്പെക്ടഡ്. ആർസണലിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് അല്ലായിരുന്നു നമുക്ക് കിട്ടിയത്. കുറച്ചും കൂടെ ലോ ആയിരുന്നു. അവിടെ ഇവിടെയൊക്കെ കുറെ മിസ്സിങ്ങും എന്തോ പൊട്ടൻഷ്യൽ യൂട്ടിലൈസ് ചെയ്തില്ലയോ എന്ന് തോന്നിയിട്ടുണ്ട് പ്ലേയേഴ്സ് പലരും. റൈറ്റ്. എനിക്ക് ആക്ച്വലി ഇപ്സ്വിച്ച് മാച്ച് കാണാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിന് ഒരു വലിയ വിശദമായിട്ടുള്ളൊരു റിവ്യൂ ആയിട്ട് പറയാനും പറ്റത്തില്ലായിരുന്നു. കാരണം ഞാൻ ഹൈലൈറ്റ്സ് മാത്രമാണ് ഇപ്സ്വിച്ച് മാച്ചിന്റെ കണ്ടത്. കണ്ടപ്പോൾ ഞാൻ വെച്ച് കൊള്ളാമല്ലോ, നമ്മൾ അത്യാവശ്യം അറ്റാക്ക് ഒക്കെ ചെയ്യുന്നു, കുറെ ചാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തോന്നി. എനിക്ക് ഒരുപാട് ചാൻസ് മിസ് ചെയ്തതുപോലെ തോന്നി. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഹോൾ അല്ല, പക്ഷെ മാച്ചിൽ നോക്കും. അതെ, നമ്മൾ ഈ ഹൈലൈറ്റ്സ് 3 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കാണുമ്പം നോക്കുന്നത് ചാൻസസ് ക്രിയേറ്റഡ് അല്ലെ, നമ്മൾ ഷൂട്ട് ചെയ്യാൻ നോക്കുന്ന അതൊക്കെ ഉള്ളല്ലോ. 2 ചാൻസ് ആ ഒരു ഗെയിമിൽ മൊത്തത്തിൽ പെർസ്പെക്റ്റീവ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ആയിരുന്നു. നമ്മൾ കൗണ്ടർ ഉദ്ദേശിക്കുന്നില്ല. 85% പൊസഷൻ വെച്ച് ബാക്ക് പാസ്, സൈഡ് പാസ് കൂടുതൽ ചെയ്ത് ഒരു ക്ലിനിക്കൽ ചാൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള പുറപ്പാടിൽ നോക്കിയിട്ട് അത് നടക്കുന്നില്ല എന്നുള്ള സീൻ. കൗണ്ടർ നോക്കിയിട്ട് പറ്റുന്നില്ല. റൈറ്റിൽ ലൈക്ക് മാർട്ടിനെല്ലിനെ കളിപ്പിച്ചിട്ട് മാർട്ടിനെല്ലിയുടെ വലിയ ഔട്ട്പുട്ട് നമ്മൾ പ്രതീക്ഷിച്ചു. അതിന് മുന്നത്തെ കളിയുടെ ഇത് വെച്ച് ഉണ്ടായില്ല. ഒരു 5 ഗോൾ അടിച്ച ജിസൂസിന്റെ എക്സ്പെക്ട് ചെയ്ത ഒരു പെർഫോമൻസ് അവിടെ ഉണ്ടായില്ല. ഒരു ഓഫ് സൈഡ് ഗോൾ ട്രൈ ചെയ്തെന്നല്ലാണ്ട് അതായിരുന്നു ഇമ്പാക്ട്. ആ ഓഫ് സൈഡ് ഗോൾ അല്ലാണ്ട് വേറൊന്നും ജിസൂസിനെ കണ്ടില്ല. ടു ബി ഫെയർ, എനിക്ക് പിന്നെയും തോന്നിയത് മിഡ്ഫീൽഡിൽ ഹാവേർട്സ് കളിച്ചപ്പോൾ ഹാവേർട്സിന്റെ മിഡ്ഫീൽഡ് സിറ്റുവേഷനിൽ കുറച്ചും കൂടെ നല്ല കളിയായിരുന്നു തോന്നി. ഒഡേഗാർഡ് വാസ് വീക്ക്. ഒഡേഗാർഡ് 2-3 ഷൂട്ടൊക്കെ ട്രൈ ചെയ്തെങ്കിലും ഒഡേഗാർഡ് വീക്കായിരുന്നു ആ കളിയിൽ. സാക്കിനെ കുറെ മിസ് ചെയ്തു. യെസ്. അപ്പൊ എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത് തന്നെയായിരുന്നു. സാക്കയുടെ ഒരു മിസ് നമുക്കറിയാം. ഇപ്പം ഏകദേശം 2 months മിനിമം ആണ് പറയുന്നത്. എന്ന് തിരിച്ചു വരും എന്നറിയില്ല. ബട്ട് ആ ഒരു മിസ്സിനെ നമ്മൾ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അഡ്രസ് ചെയ്തില്ലെങ്കിൽ അത് പണിയാണ്. നമ്മുടെ ഈ സീസണിനെ വളരെയധികം വലിയ രീതിയിൽ ഇമ്പാക്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബ്രോയുടെ അഭിപ്രായത്തിൽ? നല്ല രീതിക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ലെഫ്റ്റ് സൈഡ് വീക്കാണ്.
ഇപ്പൊ കിട്ടുന്ന ട്രൊസാർഡിന്റെ ഇമ്പാക്ട് ആണെങ്കിലും നമുക്കറിയാം എത്രത്തോളമാണ് ഇവർ രണ്ടുപേരുടെ ഇമ്പാക്ട് ഉണ്ട്. ഇപ്പൊ സാക്കയും കൂടെ പോയി കഴിയുമ്പോൾ റൈറ്റ് സൈഡ് വീക്ക് ആയി കഴിയുമ്പോഴത്തേക്കും സെന്റർ ഫോർവേഡ് നമുക്ക് ഭയങ്കര ഒരു ഇമ്പാക്ട് ഇല്ലാത്ത അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ പൊസിഷൻ എത്തുന്നുണ്ട്, പക്ഷെ ഗോൾ സ്കോറിങ് വളരെ കുറവാണ്. സെന്റർ ഫോർവേഡ് ഇൻസ്റ്റിങ്റ്റീവ് ഷോട്ട്സ് എടുക്കുന്നതും ഒക്കെ കുറവാണ്. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇഫ് യു ഡോണ്ട് എനിക്ക് അഡ്രസ് ചെയ്യുന്ന ഐദർ ലെഫ്റ്റ് വിങ്ങും സെന്റർ ഫോർവേഡ് അഡ്രസ് ചെയ്ത ഓക്കെ, റൈറ്റ് വിങ് വി കൻ മാനേജ് എന്നുള്ള രീതി ജിസൂസിനെയും മാർട്ടിനെല്ലിനെയും റൊട്ടേറ്റ് ചെയ്ത് എങ്ങനെയും മാനേജ് ചെയ്യുന്നത്. 3 സൈനിങ്സ് എന്തായാലും എക്സ്പെക്ടഡ് അല്ല. ആർസെനലിൽ ഒരെണ്ണം പോലും ഒരെണ്ണം തന്നെ കിട്ടുമോ എന്നുള്ള ഉറപ്പില്ല ജനുവരി. പക്ഷെ ലിറ്ററലി അഡ്രസ് ചെയ്യുന്ന മിനിമം 2 പൊസിഷൻസ് ഐദർ ലെഫ്റ്റും റൈറ്റും ഓരോ ബാക്കപ്സ് അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ. സെന്റർ ഫോർവേഡ് നമുക്ക് ജനുവരിയിൽ സമ്മറിൽ നോക്കാൻ നോക്കിയാൽ 2 പൊസിഷൻ അഡ്രസ് ചെയ്തേ പറ്റൂ. റൈറ്റും സെന്റർ ഫോർവേഡ് ആയാലും ലെഫ്റ്റും സെന്റർ ഫോർവേഡ് ആയാലും ലെഫ്റ്റ് റൈറ്റ് ഏതെങ്കിലും രണ്ടെണ്ണം അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എ ബൂസ്റ്റ് ഫോർ ദ ടീം. അല്ലാണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു പ്ലെയറിന് അവിടെയും പോയി ഡിഫൻഡറിനെ വാങ്ങിച്ച് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ദ ഡൗൺ ഹോൾ എന്നുള്ള സീൻ. കാരണം ഇപ്പോഴേ ഓൾറെഡി ആർജറ്റയിൽ പ്രഷർ ഫാൻസ് എന്നൊക്കെ പലതും വരുന്നുണ്ട്. ഇത് സൈനിങ്ങും കൂടെ ആയില്ല എന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇരട്ടിക്കും, നല്ല രീതിക്ക് ഇരട്ടിക്കും. സീസൺ എൻഡ് വരെ വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരട്ടി പ്രഷർ തന്നെ വരും. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തപ്പോ അടുത്ത സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും നല്ല പ്രഷർ വരുന്നത് ഈ പോക്ക് പോവുകയാണെങ്കിൽ എന്നൊരു ഡിസ്കഷൻ നമ്മൾ വന്നായിരുന്നു. പക്ഷെ ഈ ജനുവരി വിൻഡോയിൽ അഡ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞു. ജനുവരി അടുത്ത സീസൺ സ്റ്റാർട്ട് വരെ ഒന്നും വെയിറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര പ്രഷർ പല സൈഡിൽ നിന്നും ഫാൻസിൽ നിന്നും തീർച്ചയായിട്ടും പ്രശ്നമുണ്ടാവും. ഫാൻസിന്റെ ഭാഗത്തുനിന്ന് ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാവും. അപ്പം ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ഫിക്ചേഴ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ തന്നെ ബ്രെൻഫോർഡ്, ബ്രൈറ്റൺ അവേ 2 ഫിക്ചേഴ്സ് ആണ് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഹോം EFL കപ്പിന്റെ ഫസ്റ്റ് ലെഗ് ആണ് ന്യൂകാസിൽ ഹോം, നമ്മുടെ ഹോം. ആൻഡ് ദെൻ FA കപ്പ് യുണൈറ്റഡ്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ പ്രീമിയർ ലീഗിൽ ടോട്ടനം ആണ്, അത് ഹോമിലാണ്. അത് കഴിഞ്ഞാൽ ആസ്റ്റൺ വില്ല ഹോമിലാണ്. ഇത്രയും വലിയൊരു ഈ ജാനുവരി എന്ന് പറയുന്നത് ഭയങ്കര മേജർ ആണ്. ആർസണലിനെ സംബന്ധിച്ച് ഒരു വലിയ ഫിക്ചർ ലിസ്റ്റ് തന്നെ ഉണ്ട്. ഇപ്പൊ പറയുന്ന പോലെ ബ്രൈറ്റണും ബ്രെൻഫോർഡും ഒന്നും അവയെ പോകുന്ന, ഇപ്പൊ ബ്രെൻഫോർഡൊക്കെ നമുക്ക് പറയാം ഓക്കെ അവരുടെ പ്ലേയേഴ്സ് മിസ്സിംഗ് ആണ്, നമ്മൾ എക്സ്പെക്ടഡ് ടു വിൻ ആണെങ്കിലും അവിടെ പോയി ജയിക്കുക എന്ന് പറയുന്നത് അപ്പോഴും ടഫ് തന്നെയാണ്. വി കനോട്ട്, നമുക്ക് അവരെ ഒരു ചെറിയ ടീമാണ് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ബട്ട് ഡെഫിനറ്റ്ലി പ്രഷർ ഇസ് ഓൺ ആർസണൽ. അല്ല, ആർസണലിനും മുന്നിൽ തന്നെയാണ് പ്രഷർ ഉള്ളത്. സോ വി ഹാവ് ടു ആൻസർ ദം ആൻഡ് വി ഹാവ് ടു കണ്ടിന്യൂ ചെയ്യണം. ഇപ്പോഴത്തെ ഒരു റണ്ണിങ്ങിനെ കണ്ടിന്യൂ ചെയ്യണം ആൻഡ് വിൽ സീ വാട്ട് ഹാപ്പൻസ് അറ്റ് ദി എൻഡ് ഓഫ് ദ സീസൺ. പക്ഷെ നമ്മളായിട്ടുണ്ട് ഈ പറഞ്ഞ ഇതുപോലത്തെ ഫിക്ചേഴ്സ് കൊണ്ട് കളയാതെ കുറച്ചുകൂടെ ഒന്ന് ആ ടീം മെച്ചുവർ ആവേണ്ട ടൈമായി ആക്ച്വലി. ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് ഇപ്പൊ ഇഞ്ചറീസും ഇപ്പോഴത്തെ നമ്മുടെ കുറെ പ്ലേയേഴ്സിന്റെ ഔട്ട് ഓഫ് ഫോം സിറ്റുവേഷനും ഒക്കെ വെച്ച് നോക്കുമ്പം ഡിമാൻഡിങ് സ്മൂത്ത് ഗെയിം, ആർസണലിന് സ്മൂത്ത് ഗെയിം ഡിമാൻഡ് ആസ് എ ഫാൻ നമ്മൾ സ്മൂത്ത് ഗെയിം ഡിമാൻഡ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മൾ ജയിക്കുക. അണ്ടർസ്റ്റാൻഡ്? എനിക്ക് അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജയം ആണ് ഇപ്പോഴത്തെ ആവശ്യത്തിൽ അത്യാവശ്യം എന്ന സിറ്റുവേഷൻ. ഇനി ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. ഡ്രോപ്പ് ഇപ്പൊ തന്നെ ആക്ച്വലി ദർ ഇസ് നോ, ഐ ഡോണ്ട് നോ നമുക്ക് പ്രീമിയർ ലീഗിൽ എന്താ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. ബട്ട് സ്റ്റിൽ ഇനിയൊരു ഡ്രോപ്പ് എന്ന് പറയുന്ന ചിന്തിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി വി ആർ ഇൻ എ വെരി നോട്ട് ഇൻ എ ഗുഡ് സിറ്റുവേഷൻ. അപ്പൊ ഇനി എവിടെയെങ്കിലും ഒരു ഡ്രോപ്പ് പോലും നമുക്ക് ഒരു ഡ്രോ പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. അങ്ങനെ ഡ്രോ വന്നു കഴിഞ്ഞാൽ ദെൻ വി ക്യാൻ സേ ഗുഡ് ബൈ ടു ദ ലൈക് പ്രീമിയർ ലീഗിൽ. അത് പിന്നെ ദർ ഇസ് നോ അതർ ഓപ്ഷൻ എന്നുള്ള ഇതാവും. പിന്നെ ദെൻ കോൺസെൻട്രേറ്റ് ഓൺ EFL, FA കപ്പ് ആൻഡ് പറ്റിയ ചാമ്പ്യൻസ് ലീഗ് ആണോ. ചാമ്പ്യൻസ് ലീഗ് പറയുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ള സംഭവമല്ലല്ലോ. ചാമ്പ്യൻസ് ലീഗ് ഫോക്കസ് ചെയ്യുക, അറ്റ്ലീസ്റ്റ് സെമി വരെയെങ്കിലും എത്താൻ നോക്കുക. പറയുന്ന പോലെ ഹോപ്പ്ഫുള്ളി ജനുവരി ട്രാൻസ്ഫർ വിൻഡോയില് ഒരു നല്ലൊരു സൈനിങ്, ഒരു ആ സ്ക്വാഡിനെ ഒന്ന് റിഫ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്ലെയർ ആ ഫോർവേഡ് അറ്റാക്കിംഗ് ലൈൻ ഒന്ന് റിഫ്രഷ് ചെയ്യുക. ചിലപ്പം ഈ പ്രശ്നം, അറ്റാക്കിംഗ് പ്രശ്നം, ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ടീമിലെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അറ്റാക്കാണ്. അറ്റാക്കില് ഒരു ക്രിയേറ്റിവിറ്റി കണ്ടെത്താൻ പറ്റുന്നില്ല. അതല്ലെങ്കിൽ ചാൻസ് കിട്ടുമ്പോഴും ആ ചാൻസ് പ്രോപ്പർ ആയിട്ട് ഒരു 50-50 ചാൻസ് ഒന്നും പോയി ഒരു ആ അറ്റാക്കിനെ ആരും പേടിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ വരുമ്പം ആരായിരിക്കും ഒരു റീപ്ലേസ്മെന്റ് പോസിബിലിറ്റീസ് ആയിട്ട് തോന്നുന്നത്?
എടാ മേജർ പോസിബിലിറ്റീസ്, മേജർ ലോങ് ടേം സൈനിങ്സ് എനിക്ക് തോന്നുന്നില്ല ജനുവരിയിൽ നമുക്ക് കിട്ടുമെന്ന്. നമ്മൾ ട്രൈ ചെയ്താൽ പോലും ആ പ്ലേയേഴ്സിന് വരണമെന്നില്ലല്ലോ. ലൈക്ക് സേ ഇപ്പൊ നമ്മൾ സെസ്കോ അല്ലെങ്കിൽ ഗിക്കോറസ് അല്ലെങ്കിൽ അങ്ങനത്തെ പ്ലേയേഴ്സിനെ നമ്മൾ സൈൻ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അവര് വരണം. മേ ബി ഞാൻ സമ്മറിൽ വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡീൽ ഈസ് ഡൺ. നമ്മൾ എത്ര പ്രൈസ് എറിയാന്ന് പറഞ്ഞാലും പ്ലെയറിന് ഇൻട്രസ്റ്റ് വേണ്ടേ. അവരുടെ ക്ലബിൽ അവിടെ നല്ലൊരു പെർഫോമൻസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ വരാൻ താല്പര്യപ്പെടൂല. മിഡ് സീസൺ അവരും ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്ന 1-2 ടീംസ് ഉണ്ട്. അപ്പൊ അങ്ങനെ സോ ഇപ്പൊ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് പ്രീമിയർ ലീഗിൽ നിന്ന് ലോണിന് പ്ലെയറിൽ വാങ്ങാനും പറ്റില്ല. ഓൾറെഡി നമുക്ക് 2 ലോണിങ് ഉണ്ട്. അപ്പൊ അത് കാരണം പ്രീമിയർ ലീഗിൽ നിന്ന് ലോൺസ് പറ്റില്ല. സോ ബേസിക്കലി ഏതെങ്കിലും ഇപ്പൊ ഈ പറയുന്ന ആഗ്രഹിക്കുന്ന ട്രൊസാർഡ് വന്ന സമയത്ത് ഓർമ്മയുണ്ട്, 22 മില്യൺ നമ്മൾ വാങ്ങിച്ച സമയത്ത് അവിടെ കിട്ടിയ ഇമ്പാക്ട്, അതുപോലത്തെ പെട്ടെന്ന് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പക്ഷെ ഹൈ പ്രൊഫൈൽ അല്ലാത്ത ഒരു 2 പ്ലേയേഴ്സിനെ കിട്ടിയാൽ തന്നെ മതി. ലൈക്ക് സ്റ്റാൻഡേർഡ് ഇപ്പൊ ഇവര് തരുന്നതിന്റെ ഒരു 50% എബോ കിട്ടിയാലും മതി എന്നൊരു സിറ്റുവേഷൻ. അപ്പൊ തന്നെ ചേഞ്ച് ആവും മൊത്തത്തില്. ഡെഫിനറ്റ്ലി അതാണ്. അപ്പം ഇപ്പൊ ഇങ്ങനെ നമ്മുടെ വൂൾസിലെ മാത്തിയസ് കുനിയുടെ പേരും ഇപ്പം വെസ്റ്റ് ഹാമിലെ കുഡൂസിന്റെ പേരും ഒക്കെ കേൾക്കുന്നുണ്ട്. ബട്ട് അതൊന്നും സോളിഡ് റൂമേഴ്സ് അല്ല. ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് മാത്രമല്ലാതെ കുഞ്ഞ് പിന്നെയും കുറച്ചും കൂടെ സോളിഡ് ആയിട്ട് തോന്നുന്നുണ്ട് കുഡൂസിനെ കാട്ടും. കുഞ്ഞ് പിന്നെയും കുറച്ചും കൂടെ കൂടുതൽ റിലയബിൾ ജേർണലിസ്റ്റിന്റെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നില്ല അവരൊരു ജാനുവരിയിലേക്ക് കൊടുക്കുമെന്ന് എനിക്ക്. പക്ഷെ വെസ്റ്റ് ഹാം ഓൾറെഡി തകർന്നിരിക്കുന്ന സമയം ആയതുകൊണ്ട് മീൻസ് അവര് നല്ലൊരു മെച്ചപ്പെട്ട അവസ്ഥയിലല്ലല്ലോ. ലൈക്ക് അവർക്കും നല്ല അപ്പം കുഡൂസ് എന്നൊരു പ്ലെയർ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നമുക്ക് കിട്ടുമായിരിക്കാം. അല്ലാണ്ട് ക്ലബ്ബ് മേ ബി അവര് ഹൈ പ്രൈസ് ഇടും ഫോർ ഷുവർ. അതെ, വെസ്റ്റ് ഹാം ഐ ഡോണ്ട് തിങ്ക് ദേ വിൽ ബി സെല്ലിംഗ് അവര് പറയും ഒരു 90 മില്യൺ എങ്കിലും അവര് പറയും. അതാ പറഞ്ഞത്, ഹൈ പ്രൈസ് ചെയ്ത് സെല് ചെയ്യാതിരിക്കാൻ നോക്കും. എനിക്ക് തോന്നുന്നില്ല ആ കുഡു സൈനിങ് ജാനുവരിയിൽ നടക്കുമെന്ന് അത്രയും. പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ലോൺ സൈനിങ് ആണ്. ഇത് കുഞ്ഞ മേ ബി പറഞ്ഞ പോലെ കുഞ്ഞൊരു ചാൻസ് ആണ്. പ്രീമിയർ ലീഗിൽ നിന്ന് പ്രീമിയർ ലീഗിൽ നിന്ന് പറ്റില്ല, ബട്ട് സ്റ്റിൽ വേറെ പുറത്തുനിന്നൊക്കെ പറ്റുമല്ലോ. പുറത്തുനിന്ന് ചിലതൊക്കെ ഞാൻ കേൾക്കുന്ന പറഞ്ഞാൽ ഒന്നിടത്ത് ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ വിയറിനെ തിരിച്ചു വിളിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് കൺഫേം ചെയ്തു അവരുടെ മാനേജർ കൺഫേം ചെയ്തല്ലോ നെക്സ്റ്റ് വീക്കിൽ വിയർ സ്ക്വാഡിൽ ഉണ്ടാവുമെന്ന്. അറിയില്ല, ഇങ്ങനെ പറയുന്നതാണ്, പുള്ളി പറഞ്ഞതാണ്, ബട്ട് വി നെവർ നോ അല്ലെ. പിന്നെ അതേപോലെ മാർക്കിന്യോസിനെ തിരിച്ചു വിളിക്കുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടത്. മാർക്കിന്യോസ് ബ്രസീലിയൻ വണ്ടർക്കിഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊണ്ടുവന്നതാണ്. പക്ഷെ ഇപ്പം എവിടെയാണ് ലോണിന് കളിക്കുകയാണ്, എവിടെയാണെന്ന് അറിഞ്ഞു. മാർക്കിന്യോസ് ബട്ട് മാർക്കിന്യോസിനെ കൊണ്ടുവന്ന ഇതുപോലത്തെ ഒരു ഇങ്ങനെ ഒരു ബാക്കപ്പ് ആയിട്ടായിരുന്നു. ബട്ട് പുള്ളി ആ ഒരു ലെവലിലേക്ക് എത്തിയില്ല എന്ന് ആർട്ടറ്റയ്ക്ക് തോന്നിയത് കൊണ്ട് തന്നെ അധികം പിന്നെ മാച്ചസ് കളിച്ചില്ല. ബട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു മേക്ക് സംതിങ് ഇൻ ദിസ്. ഈ ജാനുവരി ട്രാൻസ്ഫർ മാർക്കറ്റിൽ നമ്മൾ ചെയ്യാത്തതിന്റെ ഒരു റീസൺ ആണ് ആക്ച്വലി. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ട്രൊസാർഡ് ഉള്ളത് കഴിഞ്ഞതിന് മുന്നത്തെ പ്രാവശ്യമായിരുന്നു ട്രൊസാർഡ്. ആൻഡ് കഴിഞ്ഞ ജാനുവരി വിൻഡോയിൽ എനിക്ക് തോന്നുന്നില്ല നമ്മൾ ആരും ഒന്നും ചെയ്തില്ല. അപ്പൊ അതൊക്കെ ആക്ച്വലി ഇമ്പാക്ട് ചെയ്യും, ആ ഒരു ഇയറിനെ ഇമ്പാക്ട് ചെയ്യും. ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഇപ്രാവശ്യം അഡ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഹോപ്സ് ഭയങ്കരമായിട്ട് ലെസ് വെക്കേണ്ട ഒരു സമയമാണ്. നമ്മൾ അഡ്രസ് ചെയ്തേ പറ്റൂ. അതെ, പിന്നെ ഓക്കെ ആ ഒരു ക്വാളിഫൈ ചെയ്യാൻ നെക്സ്റ്റ് ഇയറിലേക്ക് നോക്കുക എന്നുള്ളതല്ലാതെ മേ ബി ഒരു FA കപ്പ് നോക്കുക. കാരണം നമുക്ക് ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് ഒന്നും നമുക്ക് നമ്മുടെ ടീമിലേക്ക്. ഡിഫെൻസീവ്ലി ഓക്കെ, ഞാൻ പറയും ഡിഫെൻസീവ്ലി വി ആർ റിയലി ഗുഡ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻസസ് ഇൻ ഡിഫൻഡേഴ്സ് ആൻഡ് ഡിഫൻസ്. ടാക്ടിക്കലി ഡിഫെൻസീവ്ലി നമ്മൾ വളരെ ബ്രില്യന്റ് ആയിട്ട് കളിക്കുന്നില്ല. പക്ഷെ അറ്റാക്കിങ്ങിലോട്ട് പോകുമ്പോൾ ആ ഒരു ബ്രില്യൻസ് കാണാറില്ല. ഇനിയും ആർട്ടറ്റ നമ്മുടെ ടീമിന് എന്താ പറയാ ഒരു കപ്പ് കോമ്പറ്റീഷന് വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണോ, അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുകയാണോ അറിയില്ല. സ്റ്റിൽ വി ആർ ദിസ് സീസൺ ഒരു ട്രോഫി ആർട്ടറ്റ ജയിച്ചില്ലെങ്കിൽ ഹ്യൂജ് പ്രഷർ വരും. ഹ്യൂജ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഭീകരമായ പ്രഷർ. പക്ഷെ അതിന്റെ അർത്ഥം ആർട്ടറ്റനെ സാക്ക് ചെയ്യും എന്നൊന്നുമല്ല, ബട്ട് സ്റ്റിൽ ദ പ്രഷർ വിൽ ബി റിയലി ദാറ്റ്. ഇപ്പൊ സാക്ക് ചെയ്താൽ പോലും ആരെ റിപ്ലേസ് ചെയ്യുന്ന പോലും നമുക്ക് അറിയത്തില്ല. അതാണ് വേറൊരു പ്രശ്നം.
ഇപ്പൊ ഈ കറന്റ് സാക്ക് മാർക്കറ്റില് ഞാൻ ഇപ്പോഴും ആ സാക്കിന്റെ ആ ഒരു സ്റ്റേജിലോട്ട് ഞാൻ എത്തിയിട്ടില്ല. മീൻസ് ഇല്ലില്ല, എന്റെ സാക്കൊന്നും ഇത് പേഴ്സണൽ. ബാക്കിയുള്ളവർ പലതും പറയുന്നുണ്ടാവും. ബട്ട് അതെ അതെ. സാക്കിന്റെ ഒരു സിറ്റുവേഷൻ ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഇല്ല, ലേറ്റ്ലി. ട്രാക്കില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ട്രാക്ക് ചെയ്യണം എന്ന് ആൾക്കാർ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ ആരെ വെച്ച് റീപ്ലേസ് ചെയ്യും എന്ന് ആ ഒരു ഇത് പോലും പറയുന്നില്ല. അപ്പം ഇപ്പൊ ഈ സ്ക്വാഡ് പുള്ളി ബിൽഡ് ചെയ്തെടുത്തു. മാനേജേഴ്സ് എന്ന് പറയുന്നത് ലിവ് ആൻഡ് ഡൈ ബൈ ദർ ഡിസിഷൻസ് എന്നാണ്. അപ്പോ പുള്ളിയുടെ പല ഡിസിഷൻസും ചിലപ്പോഴൊക്കെ തെറ്റുന്ന പോലെ കാണാറുണ്ട്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ വി ആർ നിയർ ടു ദാറ്റ് ടൈറ്റിൽസ്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മള് അടുത്താണ്, പക്ഷെ ഓവർ ദ ലൈൻ ചെയ്യാൻ പുള്ളി ഇതിന് പഠിച്ചിട്ടില്ല, ഓർ ഫോർ സം റീസൺ അത് അലോ മിസ്റ്റേക്ക് ആണ്. ചെയ്യുന്നില്ല. അത് അല്ലെ? മിസ്റ്റേക്ക് ആണ്. സോ അതാണ് എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ബട്ട് ഒരു പ്രോപ്പർ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലോ നമുക്ക് ഇങ്ങനത്തെ ഒരു കളിക്കുന്ന സിസ്റ്റത്തിൽ ഒരു കോച്ചിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷനിൽ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഉള്ളത് വെച്ച് നമ്മൾ ഇത് ചെയ്യണം. ബട്ട് അപ്ഗ്രേഡ് അപ്ഗ്രേഡ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആരുണ്ട് അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരാൾ ഇപ്പം പ്രോപ്പർലി അവൈലബിൾ അല്ല. അത് കാരണമാണ് ഞാൻ അങ്ങനെ. പിന്നെ വേറെ കുറെ പേരുടെ പേരൊക്കെ വരുമായിരിക്കും. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഇപ്പൊ സിഡാൻ ചിലവര് പറയുന്നുണ്ട്. പിന്നെ വേറെ 1-2 പേര് ഞാൻ കേട്ടായിരുന്നു. ലൈക്ക് ഇൻസാഗി. അതൊക്കെ എത്രത്തോളം ഇമ്പാക്ട് കിട്ടുമെന്ന് പറഞ്ഞ പ്രതീക്ഷ എനിക്കില്ല. ഇമ്പാക്ട് അല്ല ബ്രോ, അത് അവര് ഇൻസാഗിയൊക്കെ എന്തിനാണ് ഇന്റർ വിട്ട് വരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇൻസാഗി അവിടെ ഒരു സൂപ്പർ ടീമിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അവർ ആക്ച്വലി കപ്പ് കോമ്പറ്റീഷൻസ് ജയിക്കാൻ വേണ്ടിയാണ് എന്നുള്ള രീതിയിലാണ് അവർ ടീം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആസ് ഫാൻസ് വി വോണ്ട് ടു സീ പെർഫോമൻസ് കൂടെ അല്ലെ. നമുക്ക് ആ ഒരു പെർഫോമൻസ് കൂടെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇൻസാഗി വരുമ്പോ ഇതുപോലെ ആൾക്കാർ പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇൻസാഗിയുടെ നമ്മൾ അറിയാം, ഹെവി ലോ ബ്ലോക്ക് ചെയ്യുന്നൊരു മാനേജർ. അതായത് ലോ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ പ്രസിംഗ്, ബട്ട് അതേസമയം നല്ല രീതിക്ക് ഇതേപോലെ ലോ ബ്ലോക്ക് മിഡ് ബ്ലോക്ക് ഒക്കെ സെറ്റ് ചെയ്യാൻ അറിയുന്ന ഒരു മാനേജർ. അപ്പം പുള്ളി വന്നാൽ ഇത് തന്നെ പറയും ആൾക്കാർ. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ട്രോഫി മാറ്റേഴ്സ് അല്ലേ. ട്രോഫി അടിച്ചു കഴിഞ്ഞാൽ ആരും ചോദിക്കില്ല. യെസ്. അപ്പൊ അങ്ങനെ ഇനി നെക്സ്റ്റ് മാച്ച് ബ്രെൻഫോർഡ്, ദെൻ ബ്രൈറ്റൺ, ദെൻ കപ്പ് മാച്ചസ്. ഹോപ്പ്ഫുള്ളി ഈ ജാനുവരി നമുക്ക് നല്ലൊരു വർഷമായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അതിന്റെ ജാനുവരിയുടെ മൊമെന്റത്തിലായിരിക്കും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത്. ഈ സീസണിലെ പ്രീമിയർ ലീഗ് എന്റെ ഇതില് സത്യം പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മേജർ ഒരു ഷിഫ്റ്റ് ആണോ ആരാണോ എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ഇതുവരെ ഉള്ളതൊക്കെ നമ്മൾ ഇപ്പം തോറ്റെങ്കിലും ലൈക്ക് വി ക്യാൻ കീപ് ഇറ്റ് അസൈഡ്, നല്ല പ്രഷർ ഇടുക എന്നൊരു സിറ്റുവേഷൻ വന്ന് ആസ് എ നാഷണൽ പെർസ്പെക്റ്റീവ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാം. അതേ ഉള്ളൂ. എനിവേ, നമുക്കപ്പോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് പതുക്കെ എൻഡ് ചെയ്യാം അല്ലെ. നമുക്ക് ഇനിയിപ്പം നെക്സ്റ്റ് മാച്ച് കഴിഞ്ഞിട്ടുള്ള മാച്ച് റിവ്യൂ ആയിട്ട് വീണ്ടും വരാം. ഓർ നെക്സ്റ്റ് മാച്ച് റിവ്യൂ പോലെ അടുത്ത വർഷം വരാം. അപ്പം യെസ്, അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ നേർന്നുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. അപ്പൊ താങ്ക് യു സോ മച്ച് ദീപക് ബ്രോ ഫോർ ജോയിനിങ് ദ സ്ട്രീം. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇതുവരെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെല്ലാം കമന്റ്സ് എല്ലാം വായിക്കുന്നുണ്ട്. നമ്മൾ പറ്റുന്നതിനൊക്കെ റിപ്ലൈ തരുന്നുണ്ട്. യെസ്, അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ നേരുന്നു ഫ്രം മല്ലു ടോക്സ് ആർസണൽ. അപ്പം ലെറ്റ്സ് ഹോപ്പ് ഫോർ എ വെരി ഗുഡ് ഇയർ നെക്സ്റ്റ് 2025. ആർസണൽ ഒരു നല്ല ഇയർ ആണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. So signing off. Come on, you gunners.